വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നാച്ചുറൽ റിസോഴ്സ് ആൻഡ് ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ സയൻസും സോഷ്യൽ സയൻസും കൂടെ ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോവാം. നമ്മൾ ആദ്യം ഇതിൽ നോക്കുന്നത് റിസോഴ്സ്. പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറൽ റിസോഴ്സുകളെ കുറിച്ചാണ് നോക്കുന്നത്. നാച്ചുറൽ റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ രണ്ട് തരമുണ്ട്, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. റിന്യൂവബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. വിൻഡ്, വാട്ടർ, സോളാർ പോലത്തെ എനർജികളാണ് റിന്യൂവബിൾ. ഇപ്പോൾ ഒരു ഡാം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ട് വാട്ടർ കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. പിന്നെ വിൻഡ് എനർജി മറ്റേ വിൻഡ് ടർബൈൻ വെച്ചുണ്ടാക്കും. സോളാർ പാനൽ വെച്ച് കളക്ട് ചെയ്യും. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടും, ഒരിക്കലും തീർന്നു പോകില്ല. ഈ വെള്ളം തീരുന്നല്ല ഉദ്ദേശിച്ചത്. ഈ വെള്ളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും. ഈ വിൻഡ് ആണെങ്കിലോ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, അപ്പൊ അത് കറങ്ങും. വെള്ളമാണെങ്കിൽ ഇങ്ങനെ താഴോട്ട് വിടുമ്പോൾ കറങ്ങുമായിട്ട് പിന്നെ ആ താഴെ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് കറക്കാൻ പറ്റും. പിന്നെ ഈ സോളാർ ആണെങ്കിൽ സണ്ണിന്റെ എനർജിന് കുറെ ബില്യൺ കണക്കിന് വർഷങ്ങൾക്കെങ്കിലും ഉണ്ടാവും സണ്ണിന്റെ എനർജി, സോളാർ എനർജി. പിന്നെ അടുത്തത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്നാണ്. ഈ നാച്ചുറൽ റിസോഴ്സിലെ അടുത്ത ടൈപ്പ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. ഇതിൽ വരുന്നത് ഫോസിൽ ഫ്യൂവൽസ്, അങ്ങനത്തെ സാധനങ്ങളാണ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് വർഷങ്ങൾ മുമ്പ് പണ്ട് ഭൂമിയിൽ ഫുള്ള് സ്വാമ്പ് പോലത്തെ ഏരിയ ആയിരുന്നു. അപ്പോൾ മരിച്ചുപോയ ചെടികളുടെയും ജീവികളുടെയും ഫോസിൽസ് മണ്ണിൻ്റെ അടിയിലോട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേറെ വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് അടിഞ്ഞു പോവും, താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ നാൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകും. എക്സാമ്പിൾ എന്ന് പറയുന്നത് പെട്രോൾ, ഡീസൽ, കോൾ, കെറോസിൻ. ഈ പെട്രോളും ഡീസലും കെറോസിനും ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ക്രൂഡ് ഓയിലിന് വേറെ രണ്ട് പേരുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ ആദ്യത്തത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇത്തിരി ടഫാണ്. ബ്ലാക്ക് ഗോൾഡ് എന്ന് ക്രൂഡ് ഓയിലിന് ഒരു പേരുണ്ട്. പിന്നെ മറ്റേ നമുക്ക് സ്റ്റോണിൽ നിന്ന് കിട്ടുന്ന ഓയിൽ ഗോൾഡ് എന്നും ബ്ലാക്ക് കളർ ഗോൾഡ് എന്നും ഇനി പേരുണ്ട്. അങ്ങനെ രണ്ട് ടൈപ്പ് പേരാണ് ഇതിലുള്ളത്. അപ്പം ഈ ഫോസിൽ ഫ്യൂൽ എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ കോളും പെട്രോളിയം, അതായത് ക്രൂഡ് ഓയിൽ പോലത്തെ സാധനങ്ങളുമാണ് ഈ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലുള്ളത്. അതാണെങ്കിൽ ഇപ്പം നമ്മൾ എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വർഷങ്ങൾ പിന്നെ ഉണ്ടാകാൻ എടുക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടേ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളെ നോൺ റിന്യൂവബിൾ എന്നും തീരാത്ത സാധനങ്ങളെ റിന്യൂവബിൾ എന്നും നമ്മൾ നാച്ചുറൽ റിസോഴ്സസിൽ തിരിക്കും. അപ്പൊ നമുക്ക് കോളിന്റെ ഫീച്ചേഴ്സ് നോക്കാം. Coal is one of the most valuable minerals stored in the earth. ഈ കോളാണ് വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ മിനറൽ. എർത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ മിനറൽ ആണ്. ഈ കോൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഫോസിൽ ഫ്യൂൽ ആയിക്കൊണ്ട് പണ്ടത്തെ പ്ലാന്റ്സ് ചത്തടിഞ്ഞ് ഉണ്ടാവുന്ന ലെയറിൽ ഉണ്ടാവുന്നതാണ് കോള്. ആനിമൽസ് ഉള്ളത് പെട്രോൾ, അങ്ങനത്തെ സാധനങ്ങൾ. ഇത് കോൾ പ്ലാന്റ്സിൽ നിന്നുണ്ടാവുന്നതാണ്. കാട്ടുതീയൊക്കെ പടർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇതുമെല്ലാം കാട്ടിലെ തടികളെല്ലാം കുറേ കഴിയുമ്പം മണ്ണ് സാൻഡൊക്കെ മുകളിലോട്ട് വന്നിട്ട് അടിയിലോട്ട് കംപ്രസ് ആയി പോകും. ഇപ്പോൾ ഒരു പുഴ വരികയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി കാരണം അടിയിലോട്ട് തള്ളി ഇങ്ങനെ ഭൂമിൻ്റെ അടിയിലോട്ടായി പോകും. ഇപ്പോൾ ഇതാണ് ഭൂമിയെങ്കിൽ നല്ല താഴോട്ടായിരിക്കും കോള് ഫൗണ്ട് ആവുക. അപ്പം വൺ ഓഫ് ദി മോസ്റ്റ് വാല്യുബിൾ മിനറൽ ആണ്. പക്ഷെ പെട്രോളിൻ്റെ അത്ര വാല്യൂ ഒന്നുമില്ല, പെട്രോളിയത്തിൻ്റെ അത്ര വാല്യൂ ഒന്നുമില്ല. ഇൻ ഇന്ത്യ കോൾ മൈൻസ് ആർ സിറ്റുവേറ്റഡ് ഇൻ സിംഗുരുളി, മധ്യപ്രദേശിലെ സിംഗുരുളിയിലും നൈവേലിയിലും, തമിഴ്നാട്ടിലെ നൈവേലിയിലും പിന്നെ റാണിഗച്ചിലുമാണ്
കോൾ മൈൻസ് ഇന്ത്യയിൽ മെയിനായിട്ട് സിറ്റുവേറ്റഡ് ഉള്ള കോൾ മൈൻസ് എല്ലാം ഈ സ്ഥലങ്ങളിലാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഒരു 2-3 സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ ആ 2-3 എല്ലാ കോൾ മൈൻസും ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിംഗരുളി മധ്യപ്രദേശ്, റാണിഗഞ്ച് വെസ്റ്റ് ബംഗാൾ, തൽച്ചർ ഒഡീസ, നെയ്വേലി തമിഴ്നാടു, സംഗരണി തെലുങ്കാന. ഇത്രയും സ്ഥലത്താണ് ഇന്ത്യയിൽ കോൾ മൈൻസ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ സയൻസ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സയൻസ് ഒളിമ്പ്യാഡിലും ഇത് ചോദിക്കുന്നുണ്ട്. ഇത് സയൻസ് ഒളിമ്പ്യാഡിൽ എക്സസൈസിലൊക്കെ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഇതെന്തായാലും കാണാതെ പഠിച്ചേക്കണം. ഇതെല്ലാം കാണാതെ പഠിച്ചേക്കേണ്ടതാണ്. ഇതിൻ്റെ സ്പെല്ലിങ്ങും പഠിച്ചു വെക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.